ഇന്ന് ചോറിന് കൂട്ടാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുമായിട്ടാണ് ദി ഹംഗർ ട്രാവലർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ആദ്യം തന്നെ കുക്കറിലേക്ക് നമ്മൾ 100 ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. തൂർദാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. 2 തുള്ളി വെളിച്ചെണ്ണയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വേവാൻ വെക്കണം. 2 വിസിൽ വന്നാൽ മതി. അതിന്റെ ഇടയ്ക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ചെറിയ പിടി തേങ്ങ ചെരുവിയതും അതിലേക്ക് ഒരു വെളുത്തുള്ളി, ഒരു ചെറിയുള്ളി നന്നാക്കിയത്, 1/4 ടീസ്പൂൺ ജീരകം, അരിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് കട്ടിയായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കടക്കോൽ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ ഉടച്ചെടുക്കുന്നൊന്നുമില്ല. ഒരു മൺകലം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പച്ചമാങ്ങ ഇല്ലെങ്കിൽ തക്കാളി ഇട്ടാലും മതി. ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് മാങ്ങ ഇടുന്നത്. അപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. പെരുവിന് ആവശ്യമായിട്ടുള്ള മുളക് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ പീച്ചിങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒരു 150 ഗ്രാമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് ഇതൊന്ന് ആദ്യം ഒരു 3-4 മിനിറ്റ് ഈ ചട്ടിയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ ചാറുകറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലോണം തിളയൊക്കെ വന്ന് നമ്മളുടെ പരിപ്പൊക്കെ ഒന്നുകൂടെ ഉടഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടും അതിൽ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി അടച്ചു വയ്ക്കൊന്നും വേണ്ട, തുറന്നു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങ പരിപ്പ് കറി റെഡിയായി.